നമുക്കിന്ന് മത്തി കറി വെച്ചാലോ. മത്തി വെട്ടി കഴിയോടെ വെച്ചു. അതിന് വേണ്ട ആവശ്യത്തിന് മുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പുളി വെള്ളത്തിലിട്ടത്. നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കാം. പാൻ ഒഴിച്ചു, കടുകിട്ട് പൊട്ടി, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടു. വെളുത്തുള്ളി ഇഞ്ചി മൂത്ത് കറിവേപ്പില ഇട്ടു. നമുക്കിനി മുളക് പൊടി ഇടാം. മുളക് പൊടി നല്ലോണം മൂക്കണം ഇതിനകത്ത് കിടന്ന്. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ആ പുളിവെള്ളം ഒഴിക്കുകയാണ്. കുറുകി ഇനി ബാക്കി വെള്ളവും കൂടെ ഒഴിക്കുക. ഇത് കഴിഞ്ഞ് ഇത് തിളയ്ക്കട്ടെ. അരപ്പൂടെ തിളച്ചു. കഴുകി വെച്ചേക്കുന്ന മീനെടുത്തിടാൻ പോവുക. ഞാൻ മീൻ മുഴുവനെയാണ് ഇടുന്നത്. എനിക്കതാ ഇഷ്ടം, മുറിച്ചിടുന്ന ഇഷ്ടമല്ല. മത്തിയുടെ ഗുണം നല്ലതാണ്. ഏത് അസുഖക്കാർക്കും മത്തി കൂട്ടാം. ഇനി ഇത് അടച്ചു വെച്ച് നമ്മൾ ഉപയോഗിക്കാൻ പോകും. മത്തിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഉലുവാപ്പൊടി ഇട്ടില്ല. ലാസ്റ്റാണ് ഉലുവാപ്പൊടി ഇടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മണവും ഗുണമൊക്കെ അങ്ങ് പോകും. ഉലുവാപ്പൊടി ഇട്ടു. റെഡിയായി. ഗ്യാസ് ഓഫാക്കാൻ പോവുകയാണ്. ഓഫാക്കുന്നു. ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ മത്തിക്കറി. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ. നല്ല സൂപ്പർ. എനിക്കിച്ചിരി ചാറ് വേണം. ഒമേഗ 3 അടങ്ങിയിരിക്കുന്നതാണിത്. ഏത് മീനും കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം, വറുത്ത് കറി കഴിക്കുന്നതിലും കൂടുതലും. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.